നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈന്ദവരായ എല്ലാവർക്കും വൃശ്ചിക മാസത്തിലെ കാർത്തിക എന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ദേവിയുടെ ജന്മദിവസമാണിത്. സന്ധ്യയ്ക്ക് ക്ഷേത്രങ്ങളും വീടുകളും ദീപങ്ങളാൽ അലങ്കരിച്ചുകൊണ്ട് ഭക്തർ ദേവിയുടെ ജന്മനാൾ ആഘോഷിക്കുന്നു. ദേവി പ്രീതി നേടുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണിത്. മാത്രമല്ല, കുടുംബത്തിനൊന്നാകെ ഐശ്വര്യം സിദ്ധിക്കുന്നതിനും ഏറ്റവും മികച്ച ദിവസമായി ഇത് കരുതപ്പെടുന്നു. അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഒരിക്കലെടുക്കുന്നതും ദേവിയുടെ അനുഗ്രഹം നേടുന്നതിന് അത്യുത്തമമാണ്. ഇത്തവണത്തെ തൃക്കാർത്തിക 2024 ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ് വരുന്നത്. തൃക്കാർത്തിക ദിവസം ഈ ഭൂമിയിൽ ദേവി ചൈതന്യം അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം വളരെ കൂടുതലായും അനുഭവപ്പെടും. ഈ വിശ്വാസത്തിലാണ് ഭക്തർ വീടുകളിൽ ദീപം തെളിയിക്കുന്നതും വീട്ടിൽ ദേവി സാന്നിധ്യം നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നതും. ഇത്തവണ വെള്ളിയാഴ്ചയോട് ചേർന്നാണ് തൃക്കാർത്തിക വരുന്നത്. ദേവി പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ ഈ തൃക്കാർത്തികയ്ക്ക് ദേവി ഭജനവും ദേവി പ്രീതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ്. പൊതുവായി ഒട്ടുമിക്ക പേരും തൃക്കാർത്തികയുടെ തലേ ദിവസം തന്നെ തൃക്കാർത്തിക വ്രതം ആരംഭിക്കുന്നതാണ്. കാർത്തിക നാളിൽ ഭക്തരുടെ വീടുകളിൽ ദേവി വന്നെത്തും എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ വീടും പരിസരവും വൃത്തിയാക്കേണ്ടതാണ്. വീട്ടിൽ ഐശ്വര്യമുണ്ടാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. വീട് വൃത്തിയാക്കിയതിനു ശേഷം ചുറ്റും ചാണകവെള്ളം തളിക്കുന്നതും പുണ്യാഹം കുടയുന്നതും നല്ലതാണ്. ഇനി വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി തലേന്നു മുതൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയും പകലുറക്കം ഒഴിവാക്കുകയും ഒരിക്കലൂണ് കഴിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ രീതി. തൃക്കാർത്തിക ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ദേവി നാമജപത്തോടെ തുളസിക്ക് വെള്ളമൊഴിക്കുക. തുളസി ദേവിയുടെ ജന്മദിനമാണ് തൃക്കാർത്തികയെന്നും വിശ്വാസമുണ്ട്. അതിനുശേഷം ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യന്തം ഐശ്വര്യകരമാണ്. ഇനി ദേവിക്ക് പുഷ്പങ്ങളും ത്രിമധുരവും ചുവന്ന പട്ടും സമർപ്പിക്കുന്നതും എണ്ണയും വിളക്കും സമർപ്പിക്കുന്നതും ലളിതാ സഹസ്രനാമാർച്ചന വഴിപാടായി കഴിപ്പിക്കുന്നതും ശുഭകരമാണ്. ക്ഷേത്ര ദർശനം സാധിച്ചില്ലെങ്കിൽ വീട്ടിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുകയും കൂടാതെ ദേവി മഹാത്മ്യമോ അല്ലെങ്കിൽ ദേവി ഭാഗവതമോ വായിക്കുകയോ ദേവി നാമങ്ങൾ ജപിക്കുകയോ ചെയ്യാവുന്നതാണ്. വൈകുന്നേരം കുളിച്ച് കുടുംബത്തോടൊപ്പം വീടുകളിൽ ദീപങ്ങൾ കത്തിച്ച് ദേവിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക. തൃക്കാർത്തിക ദിവസം ദേവിയുടെ അനുഗ്രഹം നേടിയാൽ വീട്ടിൽ വർഷം മുഴുവനും സർവൈശ്വര്യം നിലനിൽക്കുമെന്നാണ് വിശ്വാസം. കഷ്ടതകൾ നീക്കാനും ദാരിദ്ര്യം അകറ്റാനും രോഗശമനം ഉണ്ടാകുവാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാനും പഠനത്തിൽ മികവ് പുലർത്തുവാനും ഗ്രഹദോഷങ്ങൾ മാറിക്കിട്ടുവാനും തൃക്കാർത്തികയ്ക്ക് വ്രതം അനുഷ്ഠിക്കുന്നതും ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഇനി തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് നിരവധി പുരാണ കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട തുളസി ഭൂമിയിൽ അവതരിച്ചത് തൃക്കാർത്തികയിലാണെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ പാലാഴി മദനത്തിനിടയിൽ എല്ലാ ഐശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി അവതരിച്ചതും ഈ തൃക്കാർത്തിക ദിവസം തന്നെയാണ്. അതുപോലെ തന്നെ പരമശിവന്റെയും പാർവതിയുടെയും പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയ കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതകളായ കൃതികമാരുമായി ബന്ധപ്പെടുത്തിയും തൃക്കാർത്തിക ആഘോഷിക്കാറുണ്ട്. ഇനി മഹിഷാസുര യുദ്ധത്തിന് ശേഷം വിജയശ്രീലാളിതയായി വന്ന ദേവിയെ സ്തുതിക്കുന്നതും തൃക്കാർത്തികയ്ക്ക് ആണെന്നാണ് വിശ്വാസം. ഇതെല്ലാം കൊണ്ട് തന്നെ തൃക്കാർത്തിക ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ദൈവഭക്തിയിൽ കഴിയുന്നതും മഹാവിഷ്ണുവിൻ്റെയും പരമശിവന്റെയും ദേവിയുടെയും അനുഗ്രഹം നേടാനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നേടുവാനും അത്യുത്തമമായി കരുതപ്പെടുന്നു. ലക്ഷ്മി പൂജയ്ക്ക് സുപ്രധാനമായ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാൾ മുതൽ ശ്രീ ലളിത പഞ്ചവിംശതി ജപിച്ചു തുടങ്ങുന്നത് ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും മാറുവാനും പരിഹരിക്കുവാനും ഏറ്റവും ഉത്തമ മാർഗമാണ്. കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്കിന് മുന്നിലിരുന്നാണ് ജപം നടത്തേണ്ടത്. ശ്രീ ലളിത സഹസ്രനാമത്തിന്റെ ധ്യാനം ജപിച്ച ശേഷം ശ്രീ ലളിത പഞ്ചവിംശതി ജപിക്കുന്നത് നല്ലതാണ്. ശ്രീ ലളിത പഞ്ചവിംശതി സ്തോത്രമോ നാമാവലിയോ ജപിക്കാം. ഈ ജപത്തിന് ലക്ഷ്മി പ്രീതികരമായ വെള്ളിയാഴ്ച ശ്രേഷ്ഠമാണ്.
ഇതിൽ തന്നെ മലയാള മാസത്തിൽ ആദ്യം വരുന്ന 30 വെള്ളി അതിവിശേഷമാണ്. ദേവിയെ ശ്രീ ലളിത ത്രിപുര സുന്ദരീ ഭാവത്തിൽ ഭജിക്കുന്നതിന് ഏറ്റവും നല്ലത് ലളിതാ സഹസ്രനാമമാണ്. തിരക്കുകൾ കാരണം അത് പൂർണ്ണമായി ജപിക്കാനാകാത്തവർക്ക് ലളിതാ സഹസ്രനാമ ധ്യാനത്തിന് ശേഷം ശ്രീ ലളിത പഞ്ചവിംശതി നാമാവലി ജപിക്കാവുന്നതാണ്. കുങ്കുമം, ചന്ദനം, ഭസ്മം ഇവ മൂന്നും ചേർത്ത് ജപവേളയിൽ തൊടുന്നതും നല്ലതാണ്. ഇത് ത്രിപുര സുന്ദരി പ്രതീകമാണ്. ലളിത പഞ്ചവിംശതിയിലെ 25 ദേവീ നാമങ്ങൾ ജപിക്കുന്നതിന് പ്രത്യേക നിഷ്ഠകളില്ല. ലളിതോപാഖ്യാനം 11-ാം അധ്യായത്തിലുള്ള ഈ നാമങ്ങൾ കൊണ്ട് ദേവിയെ സ്തുതിച്ചാൽ മഹത്തായ യശസ്സും സൗഭാഗ്യവും അഷ്ടസിദ്ധികളും ഉണ്ടാകുന്നതാണ്. ജഗദംബികയായ ശ്രീ ലളിതാദേവിയുടെ നാമങ്ങൾ ഓരോന്നും ആദ്യ പദമാക്കി രചിച്ച 25 ശ്ലോകങ്ങളാണ് ശ്രീ ലളിത പഞ്ചവിംശതി സ്തോത്രം. ഇത് ഭക്തിയോടുകൂടി ചൊല്ലുന്നതിലൂടെ ഇഷ്ടകാര്യസാധ്യത്തിന് ഏറെ സഹായിക്കുന്നതാണ്. ഇനി ശ്രീ ലളിത പഞ്ചവിംശതി നാമാവലി ഏതാണെന്ന് നോക്കാം. ഓം സിംഹാസനേശേ നമഃ, ഓം ലളിതായേ നമഃ, ഓം മഹാരാജ്ഞേ നമഃ, ഓം വരാങ്കുശായേ നമഃ, ഓം ചാപന്യേ നമഃ, ഓം ത്രിപുരായേ നമഃ, ഓം മഹാത്രിപുരസുന്ദര്യേ നമഃ, ഓം സുന്ദര്യേ നമഃ, ഓം ചക്രനാഥായേ നമഃ, ഓം സാമ്രാജ്ഞേ നമഃ, ഓം ചക്രണ്യേ നമഃ, ഓം ചക്രേശ്വര്യേ നമഃ, ഓം മഹാദേവേ നമഃ, ഓം കാമേശേ നമഃ, ഓം പരമേശ്വര്യേ നമഃ, ഓം കാമരാജപ്രിയായേ നമഃ, ഓം കാമകോടികായേ നമഃ, ഓം ചക്രവർത്തിന്യേ നമഃ, ഓം കുലനാഥായേ നമഃ, ഓം ആപ്നായനാഥായേ നമഃ, ഓം സർവാപ്നായ നിവാസിന്യേ നമഃ, ഓം ശൃംഗാരനായികായേ നമഃ. ഇതാണ് ശ്രീ ലളിത പഞ്ചവിംശതി നാമാവലി. നാളെ തൃക്കാർത്തിക ദിവസം രാവിലെയും വൈകിട്ടും മറക്കാതെ തന്നെ ചൊല്ലുക. തൃക്കാർത്തിക ദിവസം വൈകിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത്. ഇതിലേറ്റവും ഉത്തമം നെയ്വിളക്ക് തെളിയിക്കുന്നതാണ്. മൺചിരാതിലോ അല്ലെങ്കിൽ നിലവിളക്കിലോ ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ്. ഇനി ഈ ദിവസം വിളക്ക് തെളിയിച്ച് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്നതാണ്. ഇനി തൃക്കാർത്തികയ്ക്ക് 108 ദീപങ്ങൾ കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് സാധിക്കാത്തവർക്ക് കുറഞ്ഞത് 27 മൺചിരാതിൽ ദീപം കൊളുത്തുന്നത് അത്യുത്തമമാണ്. ഇനി കാര്യസിദ്ധിക്ക് വേണ്ടി 36 ദീപങ്ങൾ കൊളുത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ 51 ദീപങ്ങളും രോഗദുരിതശാന്തിക്ക് വേണ്ടി 41 ദീപങ്ങൾ കൊളുത്തുന്നതും ഉത്തമമാണ്. ഇതുമാത്രമല്ല, തൃക്കാർത്തിക ദിവസത്തിൽ ഒരു ദീപമെങ്കിലും ഇനി പറയുന്ന രീതിയിൽ കൊളുത്തിയാൽ അതിലൂടെ ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്നതാണ്. അരയാലിൻ്റെ ഇല ഒന്നെടുത്ത് നല്ലതുപോലെ കഴുകി തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് അതിനു മുകളിൽ ഒരു മൺചിരാത് വെച്ച് ദീപം തെളിയിക്കുന്നതിലൂടെ ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. ഇനി ദീപത്തിൻ്റെ ആകൃതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഷഡ്കോണ ദീപം തെളിയിക്കുന്നതിലൂടെ കാര്യസിദ്ധി വന്നു ചേരുന്നതാണ്. ഇതുകൂടാതെ ചതുരദീപം 9 എണ്ണമായി തെളിയിക്കുന്നതിലൂടെ ശത്രുദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇനി ജീവിതം സന്തോഷകരമാകുന്നതിനും ഈ ചതുരദീപം തെളിയിക്കുന്നത് നല്ലതാണ്. ത്രികോണ ആകൃതിയിൽ ദീപം തെളിയിക്കുന്നതിലൂടെ പ്രണയ സാഫല്യം വന്നു ചേരുന്നതാണ്. ഇനി വൃത്തത്തിൽ ദീപം തെളിയിക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും വിദ്യാവിജയവും ദാരിദ്ര്യങ്ങൾ ഇല്ലാതാകുന്നതുമാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി അഷ്ടദള ദീപം തെളിയിക്കാവുന്നതാണ്. നാളെ തൃക്കാർത്തിക ദിവസം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അടുത്തൊരു വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.